ഒരു സാഡ് ന്യൂസ് ഉണ്ട്. പള്ളി പോവോളം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ റോഡ് എന്താവുമെന്ന് എനിക്കറിയില്ല, എന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം സങ്കടമായി ഗൈസ്. ഗൈസ് എല്ലാവർക്കും ഈദ് മുബാരക്. ചെറുപെരുന്നാളിൻ്റെ രാവിലെയാണ്. അപ്പം അന്ന് ചെറിയൊരു ഈദ് വ്ളോഗ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഈദ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. സമയം 4:34, 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊക്കെ എണീറ്റിക്കണ്. നേരം എണീറ്റിട്ടില്ല. അതാ അവളിവിടെ ഉണ്ട്. ഇക്ക വന്നിട്ടേ ഇല്ല ഗൈസ്. ഇക്ക റൂട്ടിൽ പോയതാണ്, ഷോപ്പിലൊക്കെ പോയതാണ്, വന്നിട്ടില്ല. പെരുന്നാളുടെ തിരക്കിലാണ്. നേരം എണീറ്റിട്ടില്ല. കിച്ചണിലൊക്കെ ബിരിയാണീൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കിച്ചണിൻ്റെ വീഡിയോസ് കാണാം. അരിയാനും നുറുക്കാനും തോല് കളയാനുള്ളതൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഗൈസ്. രാത്രി തന്നെ ഒക്കെ ക്ലീൻ ആക്കി വെച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ അത്ര വലിയ വർക്കൊന്നുമില്ല, ചെറിയ ചെറിയ വർക്കുള്ളൂ. ഒക്കെ ഇങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ അങ്ങനെ പറയുന്ന കരുതിയിൽ ല്ലേ ഉള്ളി വാട്ടി ചീഞ്ചട്ടിയല്ലേ? ചൂടുണ്ട് ഗൈസ്. ഇനി കിടക്കുന്നത് കിടക്കുക. പെണ്ണിനോടത്തല്ലേ? പെണ്ണിനോടത്തല്ലോ. ഷർട്ട് എടുത്തോ? സെറ്റപ്പ്. ചായാണോ? ഇങ്ങനെ ബിരിയാണി ദമ്മിലായി ഗൈസ്. കഴിച്ചതല്ലേ? 3:45 പള്ളിക്ക് കൊള്ളപ്പോ നിങ്ങളെടുക്ക കൂട്ടിയിട്ടാലോ? ഗൈസ് നൈലു എൻ്റെ അടുക്കൊന്ന് ഉണന്ന് ഗൈസ്. നൈലു ഉണന്ന ഫുൾ അലമ്പായിരിക്കും. അവൾ എണീറ്റാ പെട്ടു ഗൈസ്. അവൾ ഉണരാനുള്ള പുറപ്പാടാണോ തോന്നുന്നുണ്ട്. അപ്പോൾ ഒക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ചോറൊക്കെ ദമ്മായി, വീടൊക്കെ ക്ലീൻ ചെയ്ത്, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തൊക്കെ സെറ്റാണ്. നമ്മൾ കുളിച്ച് പള്ളിയിൽ പോവാണ്. അപ്പോൾ കുളിച്ച് മാറ്റിയിട്ട് വരാം.
അപ്പോൾ ഗൈസ് സ്കൂളിലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പള്ളിയിൽ പോകാൻ ഫുൾ സെറ്റായി നിൽക്കുകയാണ് ഗൈസ്. നൈലും എണീറ്റിട്ടില്ല കേട്ടോ, അവളവിടെ കടത്തി പോവാണ്. പിന്നെ ഇക്ക കുളിക്കുകയാണ്. ഇക്ക മുടിയൊക്കെ വെട്ടി വന്ന് കണ്ട് ഇപ്പോൾ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. ഇക്ക ഇവിടെ പള്ളിക്കായിരിക്കും കൂടുന്നത്. ഇവിടെ പള്ളിക്ക് പെണ്ണുങ്ങൾക്ക് നമസ്കാരമില്ല, അപ്പോൾ ഞാൻ അവിടെ പള്ളിക്കാണ് കൂടുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പള്ളിയിൽ പോവുകയാണ്. കാണുന്നത് പള്ളിയാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പള്ളിയാണ്. അപ്പോൾ ഇക്ക ഇവിടെ ആയിരിക്കും കൂടുന്നത്. താത്താൻ്റെ വീട്ടിലെത്തി കേസ്. ഇവിടുന്ന് താത്താരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പള്ളി ഓരോത്തിൻ്റെ മുന്നിലാട്ടോ നമസ്കാരം. ആ കണ്ണതാണ് പള്ളി. പള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നമസ്കാരം. വ്ളോഗാണ്, നിങ്ങളൊന്നുമില്ല ഉള്ളിലേക്ക് പള്ളി പോകുന്നത്. من يضلله فلا هادي له واشهد ان لا اله الا الله അങ്ങനെ ഗൈസ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ച് പള്ളിയിൽ നിന്ന് പോകുന്നു ഗൈസ്. വീട്ടിൽ പോവാണ്. വീട്ടിലെത്തി ഗൈസ്. നൈലും എണീറ്റോ? നൈലും ഇതുവരെ എണീറ്റിട്ടില്ല ഗൈസ്. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. ഡ്രസ്സ് മാറട്ടെ കേട്ടോ. നൈലും ഇതുവരെ എണീറ്റിട്ടില്ല. ഇക്ക പള്ളിക്കൊന്ന് വന്നിട്ടില്ല. ഇക്കീറ്റും കാക്കും ഓലൊന്നും വന്നിട്ടില്ല. അതൊക്കെ ഇപ്പോൾ വരികയായിരിക്കും. ഓക്കെ ഗൈസ്, നീ ഫുഡൊക്കെ കഴിക്കണം. വീഡിയോസ് ബാക്കി കാണാം. ഗൈസ് ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. എൻ്റെ ഫോൺ സത്തുപോയി ഗൈസ്, സത്തുപോയി. പള്ളിയിൽ പോവോളം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ പോയി വന്നിട്ടും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ നൈലു എണീറ്റപ്പോൾ നൈലുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ്ട് ഞാൻ ഫോണിൽ കാർട്ടൂൺ ഇട്ട് വെച്ച് കൊടുത്തിരുന്നു. എന്തോ വെള്ളം എന്തോ ആയത് എന്താ അറിയില്ല. ഇപ്പോൾ ടച്ച് വർക്ക് ചെയ്യുന്നില്ല. ഡിസ്പ്ലേ മിന്നിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ വീഡിയോ ആഡ് ചെയ്യും. അതിൽ ഡിസ്പ്ലേ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. ആ ഡിസ്പ്ലേ പോകാനുള്ള പരിപാടിയാണോ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത് ഇക്കാൻ്റെ ഫോണിലാണ്. അപ്പം എൻ്റെ ഈദ് വ്ളോഗ് എന്താവുമെന്ന് എനിക്കറിയില്ല. എന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ഡിസ്പ്ലേ മാറ്റിയിട്ടായിട്ടും ആദ്യത്തെ വീഡിയോസൊക്കെ ഇക്കാൻ്റെക്ക് മാറ്റണം. എന്നിട്ട് ഫോൺ മാറ്റണം. ഏതായാലും ഫോൺ മാറ്റണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഭാഗം ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്നൊക്കെ ചാടിയിട്ട് നൈലുവിന് കാര്യമായിട്ട് ഞാൻ നൈലുവിന് കാർട്ടൂണൊക്കെ കാണാൻ ആ ഫോൺ കൊടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തുള്ള തെറ്റിൻ്റെയാണ്. നീ പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്കെൻ്റെ വ്ളോഗ് എന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഏതായാലും പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കൊണ്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പം സങ്കടമായി ഗൈസ്. ഫോണിലത്തെ വീഡിയോസ് പോവുള്ള ഇല്ലേ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇക്കാൻ്റെയിലേക്കൊരു ഷൂട്ട് ചെയ്യുക. എനിക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഇക്കാൻ്റെ കയ്യിലായതുകൊണ്ട് ഇക്ക എപ്പോഴും വീട്ടിലുണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ഓക്കെ ഗൈസ്. കണ്ടോ പഴയ ഫോൺ ഇതാ ഡിസ്പ്ലേ പോകാൻ നിൽക്കുകയാണ്. വന്ന് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നൈലും ഇതാ എണീറ്റോള് ഫുഡൊക്കെ കഴിച്ച് ഓള് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് ഗൈസ്. അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഞങ്ങൾ നൈലിനെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഒരുപാട് ലേറ്റായി, 8 മണിയൊക്കെ ആയി. അപ്പോൾ വീട്ടിലേക്ക് പോകണം. സുൽത്താത്താൻ്റെ അവിടെ നിന്ന് വന്ന് പിന്നെ കുറച്ച് നേരം കടന്നൊക്കെ ഉറങ്ങിയപ്പോൾ ഉറങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തി ഗൈസ്. വാ കയറ്.
ചാറ്റ് കൊടുക്കണോ എന്താ പറയട്ടെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോണ് കേടായതുകൊണ്ട്. നല്ല ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇക്ക പോയി. ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു പോവുള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ ബൈ.